അഹമ്മദ് മാഷെ, മോദിയുടെ പ്രസംഗം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം OBC വിഭാഗത്തിൻ്റെയും പട്ടികജാതി പട്ടികവർഗത്തിൻ്റെയും സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാൻ സമ്മതിക്കില്ല. വലിയ വിവാദമായിരിക്കുകയാണ്. മോദി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന ജാതി സംവരണമാണ് അംഗീകരിച്ചിരിക്കുന്നത്. ജാതിയുടെ പേരിൽ അയിത്തം അനുഭവിച്ച് അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെട്ടവർ, ഒരിക്കലും അധികാരത്തിൽ എത്താൻ കഴിയാതിരുന്ന പിന്നോക്ക അവശ ദുർബല വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കാനാണ് അംബേദ്കർ ഉണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന തീരുമാനിച്ചിട്ടുള്ളത്. ജാതിയാണ് മാനദണ്ഡം, മതമല്ല. മതത്തിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നടക്കാനുള്ള നീക്കത്തെ ജീവൻ കൊടുത്തും ചെറുക്കുമെന്നാണ് മോദി പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം. അതെ, അതിൻ്റെ ഒരു വ്യാഖ്യാനത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മോദി ഈ ഇലക്ഷൻ്റെ, ഇപ്പോൾ നമ്മൾ കേരള ഇലക്ഷൻ്റെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അങ്ങേയറ്റത്തെ കൃത്യമായ സാമുദായികമായി തന്നെ ഇപ്പോൾ ഹിന്ദു യൂണിറ്റി എന്ന അജണ്ട വിട്ട് ഒരു മുസ്ലിം വിരുദ്ധമായ അജണ്ട കുറേ എണ്ണം തുടർച്ചയായിട്ട് പുറത്തു വിട്ടല്ലോ, കുറേ എണ്ണം. ഇപ്പോൾ രാജസ്ഥാനിലെ പ്രസംഗം, അതിനെ തുടർന്ന് അതിൻ്റെയൊക്കെ ആ ഒരു പ്രഭാഷണങ്ങളുടെയൊക്കെ ഒരു പരമ്പരയിൽ വരുന്നതാണ് അത് ഒടുവിലത്തെ. പക്ഷേ ഇതിനകത്തൊരു ഫാക്ടറല്ലോ, ഭരണഘടന പറയുന്നത് ജാതി സംവരണമാണ്, മതസംവരണം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിയത് ഈ അംബേദ്കർ യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്തത് ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹഘടനക്കകത്തെ ജാതീയതക്കെതിരായിട്ടാണ്. പക്ഷെ പിന്നീട് നമ്മുടെ ഭരണഘടന യാഥാർത്ഥ്യമായി വന്നു കഴിഞ്ഞിട്ട് സംവരണത്തിൻ്റെ നയങ്ങൾ ഓരോ സംസ്ഥാനവും തീരുമാനിച്ചപ്പോൾ പിന്നോക്ക സമുദായങ്ങൾ വന്നു. പിന്നോക്ക ജാതി സംവരണം എന്ന അവസ്ഥയിൽ നിന്ന് പിന്നോക്ക സമുദായങ്ങൾക്ക് സംവരണം വന്നു. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗം എന്ന വിശാലമായ സംവരണം, ആ പട്ടികജാതിക്കും പട്ടികവർഗത്തിനും അകത്ത് ക്ലാസിഫൈ ചെയ്യപ്പെട്ട ജാതികൾ, അതൊക്കെ ജാതികളായിരുന്നു. അത് കറക്റ്റാണ്. അല്ല, ഭരണഘടന ജാതി സംവരണത്തെക്കുറിച്ച് തീർച്ചയായിട്ടും. പക്ഷേ പിന്നീട് വന്ന ഭരണഘടനാ വിരുദ്ധമല്ല, പിന്നീട് വന്ന നിയമങ്ങളിൽ എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതാണ്. ഇല്ല, ഭരണഘടന ഒരിക്കലും മതസംവരണം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ക്രിസ്ത്യാനികൾക്കാണ്, ലത്തീൻ കത്തോലിക്കർക്ക് മാത്രമാണ് സംവരണമുള്ളത്. അത് വേറൊരു ജാതിയാണ്. അതെ, ജാതി എന്ന നിലയിലാണ്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു സമുദായത്തിൽ സംവരണ ആനുകൂല്യം കിട്ടുന്നവർ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളായിരുന്നു. അവർക്ക് അടിസ്ഥാന വർഗത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ അധ്വാനം സമൂഹം ഉപയോഗിക്കുകയും അവരെ മനുഷ്യരായി പോലും കാണുന്നില്ലായിരുന്നു. അവർക്കൊരിക്കലും അധികാരത്തിൻ്റെ ഏഴകലത്ത് വരാൻ നിവർത്തിയില്ല. അങ്ങനെയുള്ള ആളുകളെ സാമൂഹികമായും സാമ്പത്തികമായും ഉയർത്തിക്കൊണ്ടുവരാനാണ്, അധികാരത്തിലേക്ക് അടുപ്പിക്കാനാണ് സംവരണം കൊണ്ടുവന്നത്. അവിടെ മുസ്ലിം ഇല്ല, ക്രിസ്ത്യാനി ഇല്ല. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അവർ ഇന്ത്യയിലെ ഈ പറയുന്ന ഹിന്ദു സമുദായത്തിലെ ജാതിയുടെ പേരിൽ അവശത അനുഭവിച്ച, പീഡനം അനുഭവിച്ച ആളുകളെ പോലെ ഒരു അസ്പൃശ്യതയും അവർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽ നിന്ന് മുഗളന്മാരാണെങ്കിലും അല്ലെങ്കിൽ ടിപ്പു ആണെങ്കിലും ഹൈദരാബാദിലെ നൈസാം ആണെങ്കിലും ഒക്കെ ഈ രാജ്യം ഭരിച്ച ആളുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പട്ടികജാതിക്കാരുടെ പേരിലോ അല്ലെങ്കിൽ ഹരിജനങ്ങളുടെ SC/ST വിഭാഗത്തിൽ നിന്ന് ഒരു രാജാവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഭരണാധികാരികൾ വരെ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം. വന്നവരും ഇവിടെ ഉണ്ടായിരുന്നവരും. അതിൽ ഈ മുഗളന്മാരൊക്കെ വന്നവരാണ്, പക്ഷേ ടിപ്പു ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അതിപ്പോൾ നമ്മുടെ അറക്കൽ ബീവി പോലും കേരളത്തിൽ പോലും ഒരു രാജവംശം പോലും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സമുദായത്തിന് എന്തിന് സംവരണം കൊടുക്കണം? ഒന്ന്, പിന്നെ അവരൊരു മതമാണ്. ഇപ്പോൾ കേരളത്തിലെ ഇതിൻ്റെ രസകരമായൊരു കാര്യം, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് 99% മുസ്ലിങ്ങൾക്കും സംവരണമുണ്ട്. ശരിക്കും ജാതി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഈഴവർക്ക് സംവരണമുണ്ട്, വിശ്വകർമ്മജർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതൊക്കെ ജാതി അടിസ്ഥാനത്തിലാണ്. പക്ഷേ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഒരു മതത്തിൽപ്പെട്ട ഏതാണ്ട് എല്ലാവർക്കും സംവരണം കിട്ടുന്നത്. ഇതിനകത്തൊരു വലിയ കഥയുണ്ട്. അതായത് ഈ കേരളത്തിലെ സംവരണത്തിന് അർഹമായ വിഭാഗം കേരളത്തിലെ മാപ്പിള വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ഇത് ഈ നമ്മുടെ കനേഡിയൻ ചരിത്രകാരനായ ഡോക്ടർ റോളൻ ഡി മില്ലൻ എഴുതിയ മാപ്പിള മുസ്ലിംസ് ഓഫ് മലബാർ എന്നൊരു പുസ്തകം ആധികാരികമാക്കി വെച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വെർഷനാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണ്. അതിനെ അംഗീകരിക്കുന്ന മറ്റൊരു പഠനം പിന്നാലെ ഉണ്ടായിട്ടില്ല. ആകെ ഉള്ളത് അത് മാത്രമാണ്. അതിനെ ബേസ് ചെയ്ത് കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും മാപ്പിളമാരാണ് എന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു. എന്നിട്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം 94-ൽ
മാപ്പിള എന്നാൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും മാപ്പിളമാരാണ് എന്ന് സർക്കാർ ഒരു ജിയോ ഇറക്കി. ജിയോ നമ്പർ D നമ്പർ 18/P&ARD SRO 412/94 സർക്കുലർ ഇറക്കി. അതിനകത്ത് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണ്, അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കെല്ലാം സംവരണത്തിൻ്റെ ആനുകൂല്യം കൊടുക്കാമെന്ന് നമ്മളൊരു ജിയോ ഇറക്കി. ജിയോ ഇറക്കിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ദേശീയ പിന്നോക്ക കമ്മീഷനിൽ ലീഗിൻ്റെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ലീഗ് വലിയ സ്വാധീനം ചെലുത്തി അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ശുപാർശ ചെയ്യിച്ചിട്ടാണ് കേരളത്തിലെ മുസ്ലിം സംവരണം കേരളത്തിൽ നടപ്പാക്കിയത്. അപ്പോഴും അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഇത് സുപ്രീം കോടതി പോയാൽ മതത്തിന് സംവരണം കൊടുക്കാൻ പറ്റില്ല. അതിന് ഒരു പഴുതും കൂടെ ഉണ്ടാക്കി. ഇവിടുത്തെ മൈക്രോ മൈനോറിറ്റിയായ കേരളത്തിലെ മുസ്ലിങ്ങളിലെ മൈക്രോ മൈനോറിറ്റിയായ 5 കൂട്ടരെ, ബോറ മുസ്ലിമുകൾ, കച്ചി മേമൻ, നവായത്ത്, തുലുക്കൻ, ദക്കിനികൾ, ഇങ്ങനെ 5 വിഭാഗക്കാരെ ഒഴിവാക്കി. അതായത് മുസ്ലിം മതത്തിലുള്ള 5 വിഭാഗക്കാർ സംവരണത്തിന് അർഹരല്ല, അതുകൊണ്ട് അവരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു, ബാക്കിയുള്ള മാപ്പിളയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് 99% കേരളത്തിലെ മുസ്ലിമുകൾക്കും സംവരണം കൊടുത്തത് ഇങ്ങനെയാണ്. ഇനി മറ്റൊന്നുകൂടി പറയാം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ മണ്ഡൽ കമ്മീഷൻ പറഞ്ഞത് കേരളത്തിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളിൽ 52% OBC ആണെന്ന് പറഞ്ഞു. അതിൻ്റെ സ്റ്റഡിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ പിന്നോക്ക ജാതി സെൻസസ് ഒക്കെ പലതവണ നടന്നിട്ടുണ്ട്. ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ SC ST OBCയുടെ കണക്കുണ്ട്. 52% OBC ആണെന്ന് പറഞ്ഞിട്ട് മണ്ഡൽ കമ്മീഷൻ മറ്റൊരു കാര്യം ചെയ്തു. ഹിന്ദുക്കൾക്ക് ആപ്ലിക്കബിളായ അതേ 52% മുസ്ലിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആക്കി. ഒരു പഠനം നടത്താതെ, ഒരു ലോജിക്കും ഇല്ലാതെ 52% ഹിന്ദുക്കളായതുകൊണ്ട് 52% മുസ്ലിമുകളും ഈ പറഞ്ഞ OBC ആണെന്ന് പറഞ്ഞു. തീർന്നില്ല, എന്നിട്ട് ഒരു നിർവചനം കൂടെ കൊണ്ടുവന്നു. അതായത് ഈ മുസ്ലിങ്ങളിൽപ്പെട്ട സെയ്ദുമാർ, ഷെയ്ഖ് തുടങ്ങിയവർ ഹിന്ദുക്കളുടെ ബ്രാഹ്മണരെ പോലെയാണ് എന്ന് പറഞ്ഞു. 10 വിഭാഗക്കാർ ഹിന്ദുക്കളിലെ ക്ഷത്രിയരെ പോലെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ മൊത്തത്തിൽ ഈ ഇസ്ലാമിലെ ജാതിയെ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മാപ്പിളമാരാണെന്ന് സ്ഥാപിച്ച് ജിയോ ഇറക്കിയപ്പോൾ 5 ജാതികളെ മാറ്റി നിർത്തി. മണ്ഡൽ കമ്മീഷനും സെയ്ദ്, ഷെയ്ഖ് തുടങ്ങിയവർ ബ്രാഹ്മണരെ പോലെയാണെന്നും പറഞ്ഞു, 10 ക്ഷത്രിയരെ പോലെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇസ്ലാമിലെ ജാതി ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒറ്റ സത്വമാണ്, അവിടെ ജാതിയില്ല, മതമില്ല, വിവേചനമില്ല എന്നൊരു പ്രൊപ്പഗൻഡ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മാഷ്ക്ക് എന്താ പറയാനുള്ളത്? ഇത് ഈ പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമായ കുറേ വിഷയങ്ങൾ ചേർത്താണ് ഇപ്പോൾ സാറിൻ്റെ നിരീക്ഷണങ്ങൾ. വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ടതും പറയേണ്ടതുമാണ്. നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിക്കേണ്ടതും അവർ പഠിപ്പിക്കേണ്ടതുമാണ്. അതിലൊന്നും എനിക്ക് തർക്കമില്ല. ഇതിൽ ഒന്നാമത്തെ കാര്യം മാപ്പിള സമം മുസ്ലിംസ്. കേരള മുസ്ലിംസിന് പൊതുവിൽ മാപ്പിള എന്ന് വിളിക്കാറുണ്ട്. മുസ്ലിംസിന് മാത്രമല്ല, വൈദേശിക സമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെ തീരദേശത്താണ് ഇവരൊക്കെ വന്നു ചേർന്ന എല്ലാവരെയും മാപ്പിള എന്ന് ചേർത്ത് ക്രിസ്ത്യാനികളെയും വിളിക്കും, ജൂതന്മാരെയും വിളിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 വൈദേശിക സമൂഹങ്ങൾ, അത് സെമിറ്റിക് മതങ്ങളാണ്. അതിവിടെ വന്നപ്പോൾ തൊട്ട് അവരെ മാപ്പിളമാർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് റോളൻഡ് മില്ലറുടെ പുസ്തകം അപ്രധാനമായ പുസ്തകമല്ല. റോളൻഡ് മില്ലറുടെ പുസ്തകം വലിയ തോതിൽ ഉദ്ധരിക്കപ്പെട്ട പുസ്തകമാണ്. പിന്നീട് എഴുതപ്പെട്ട പല ചരിത്രങ്ങൾക്കും അത് അടിസ്ഥാന രേഖയാണ്. അതെ, ആ പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് ഉദ്ധരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ മാപ്പിളമാരാണെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ച ഈ പുസ്തകത്തെ ബേസ് ചെയ്യില്ല. അത് തെറ്റാണെന്ന് പറഞ്ഞുകൂടാന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേരളത്തിലെ മുസ്ലിങ്ങളെ മൊത്തം, ഇപ്പോൾ ഈ നേരിട്ടൊരു വൈദേശിക സമൂഹം എന്ന നിലയിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന, കേരളത്തിൻ്റെ തീരത്ത് വന്ന എല്ലാവരെയും മാപ്പിളാസ് എന്ന് തന്നെയാണ് ചരിത്രം വിളിക്കുന്നത്. അതിൻ്റെ കാരണമുണ്ട് കേട്ടോ. അതിൻ്റെ ആ എറ്റിമോളജി ഉണ്ട്. ആ വാക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. അത് മില്ലർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് മാപ്പിള എന്ന വാക്കിൻ്റെ നിഷ്പത്തി മാപ്പിള്ളയാണ്. അതെ, അമ്മയുടെ മക്കളാണ്. കാരണം അമ്മമാരൊക്കെ മലയാളികളാണ്. ഈ പുറത്തുനിന്ന് വന്ന ആരും അമ്മമാരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ കേരളീയ സമൂഹം കാണിച്ച ഉദാരമായ മനസ്സിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ദേവാലയങ്ങൾ ഉണ്ടായത്. ഈ ദേവാലയങ്ങൾക്കൊക്കെ പള്ളികൾ എന്നാണ് വിളിക്കുക. ക്രിസ്ത്യൻ പള്ളിയാണ്, ജൂതപ്പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്, ഒക്കെ പള്ളികളാണ്. അതൊരു പണ്ട് ബുദ്ധവിഹാരങ്ങളും പള്ളികളായിരുന്നു. പള്ളിക്കൂടം, ആ പള്ളി അതിലുണ്ടായതാണ്. ഞാൻ പറയുന്നത് ഈ വന്നവർക്കൊക്കെ പള്ളി ഉണ്ടായി. ഈ വന്നവർക്കൊക്കെ മാപ്പിള്ളമാരാണ്. ഒക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പള്ളിയൂട്ട്, പള്ളി ഉറക്കം, ഒക്കെ പള്ളിവേട്ട ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ 2 അർത്ഥമുണ്ട് കേട്ടോ. ആ വാക്കിൻ്റെ നിഷ്പത്തി ആലോചിക്കുമ്പോൾ പള്ളി മീൻസ് റോയൽ ആണ്, രാജ. അതെ, പള്ളി ഉറക്കം, അത് ഭഗവാന്റെ പള്ളി ഉറക്കം, അത് അർത്ഥം കൂടിയുണ്ട്. അത് ഇവരുമായിട്ട് ചേർത്ത് വെക്കാൻ ഈ ഇവിടുത്തെ നാടുവാഴികളായ മഹാരാജാക്കന്മാരുടെ ഉദാരമായ
മനസ്സും അവരുടെ അവരുടെ ആതിഥ്യവും കൂടിയാണ് ഇതൊക്കെ. ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഉൾപ്പെടെ വൈദേശിക സമൂഹം അനുഭവിച്ച സൗകര്യങ്ങളൊക്കെ അതിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ കേരളത്തിലെ മാപ്പിളമാരെ മൊത്തം കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങളെ മാപ്പിളമാരെന്ന് വിളിക്കുന്നത് ആ ഒരു ചരിത്രപരമായ അടിസ്ഥാനം വെച്ച് തെറ്റല്ല. പിന്നെ ഇതിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, അവർ ആ കൂട്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോ, ഞാൻ അത്ര സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ പേരുകൾ കേട്ടപ്പോൾ ഇവരൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഈ കടൽമാർഗം വന്ന് കേരളത്തിൽ സെറ്റിൽ ചെയ്തവരല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്ന് പല കാരണങ്ങൾക്ക്. ഇപ്പോൾ ഈ ബോറ മുസ്ലിംസ് അതിലുണ്ടല്ലോ കൂട്ടത്തിൽ. ബോറ മുസ്ലിംസ് നമ്മളെ എറണാകുളത്തെ ഈ നല്ലൊരു വിഭാഗമുണ്ട്, ബോംബെയിൽ നിന്ന് വന്നിട്ട് പല ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തവർ ഇവിടെ കേരളത്തിലുണ്ട്, കോഴിക്കോട്ടുണ്ട്, ബോറാസ് ഉണ്ട്. വേറൊന്ന് കച്ച് മേമൻസ് ഉണ്ട്. കച്ച് മേമൻസ് സേട്ടുമാരാണ്, മുസ്ലിം സേട്ടുമാർക്കാണ്. സേട്ടുമാർ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ കച്ചിൽ നിന്ന് വന്നിട്ട് വലിയ വ്യാപാരികളാണ് അവർ. എല്ലായിടത്തും പരന്ന കൂട്ടത്തിൽ കേരളത്തിലും വന്ന് പലയിടത്തും അവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂർ അവർക്ക് വലിയ തോതിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ കടൽ മാർഗം വന്ന മുസ്ലിങ്ങളെ കേരളത്തിൽ സെറ്റിൽ ചെയ്ത എല്ലാവരെയും മാപ്പിളമാർ എന്ന് വിളിച്ചിരുന്നൊരു സംസ്കാരമുണ്ട്. അതല്ലാത്ത വഴിക്ക് കരമാർഗം പല കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തവരെ ആണ് ആ ലിസ്റ്റിൽ നിന്ന് പുറത്ത് നിർത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാവാനാണ് സാധ്യത. സംശയമുണ്ട്. ഈ സെയ്ദ് എന്ന് പറഞ്ഞാൽ ഇപ്പം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്ന സെയ്ദ്, ഷെയ്ഖ് എന്നൊക്കെ പറയുന്നവർ ഈ മുസ്ലിം വിഭാഗത്തിലെ ബ്രാഹ്മണർക്ക് തുല്യരാണ്, പത്താൻ ക്ഷത്രിയർക്ക് തുല്യരാണെന്ന് പറയുന്നത്. ഈ നമ്മുടെ സെയ്ദിന്റെ മലയാളമാണ് തങ്ങൾമാർ. സെയ്ദ് തങ്ങൾമാർ, നമ്മുടെ പാണക്കാട് തങ്ങൾ ഫാമിലി ഉൾപ്പെടെ അതിൻ്റെ ആ കാറ്റഗറിയിൽ വിടുന്നതാണ് എൻ്റെ പരിമിതമായ അറിവ് ആണല്ലോ. പക്ഷേ കേരളത്തിൽ ഈ സെയ്ദുമാർക്കും തങ്ങൾ കുടുംബത്തിന് വരെ മുസ്ലിം എന്ന നിലയിൽ സംവരണാനുകൂല്യമുണ്ട്. അത് പരിശോധിക്കാം. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് അവർക്ക് എൻ്റെ പൊന്നു സാറേ സത്യം പറഞ്ഞാൽ ഈ തങ്ങൾ എന്ന് പറയുന്ന ഫാമിലിയിൽ 0.001% ഒക്കെയാണ് ഈ പ്രിവിലേജും സൗകര്യങ്ങൾ, രാഷ്ട്രീയമായ സൗകര്യങ്ങൾ, മതസമുദായങ്ങളുടെ ഒക്കെ വലിയ പ്രാമുഖ്യം കിട്ടുന്നവർ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് സാറേ. ആയിക്കോട്ടെ, പക്ഷേ അവിടെയാണ് മോദി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജാതി അടിസ്ഥാനത്തിലാണ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കണമെങ്കിൽ ഞാൻ മരിക്കണം, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ആൾ അദ്ദേഹം മരിച്ചിട്ടൊന്നുമല്ല. ഈ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഈ ഒ ബി സി സംവരണത്തിൽ ക്രിസ്ത്യൻസ് ആസ് എ ഹോൾ ഇസ് ദെയർ, മുസ്ലിംസ് ആസ് എ ഹോളാണ്. ഇപ്പം ഞാനെന്താ മാപ്പിള അല്ല, ഒ ബി സിയിൽ ക്രിസ്ത്യൻ ആസ് എ ഹോൾ ഇല്ല. മാത്രമേ ഉള്ളൂ. OBC സംവരണത്തിൽ ക്രിസ്ത്യൻസ് വരുന്നുണ്ട്. ഇല്ലില്ല. അതിപ്പോ കുറച്ച് സംവരണം വരുന്നത്, ഇപ്പൊ 10% സംവരണം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുത്തപ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി പെടുന്ന ആളുകൾ വരുന്നുണ്ട്. മറ്റത് LC മാത്രം, ലത്തീൻ കത്തോലിക്കർ മാത്രമേ ഉള്ളൂ. അതൊരു ജാതി എന്ന നിലയിൽ തന്നെ പരിഗണിക്കുന്നതെന്നറിയോ? കേരളത്തിൽ ഇപ്പോൾ 57 ഗവൺമെന്റാണ് അതുവരെ പിന്നോക്ക സമുദായം എന്ന് പറഞ്ഞിരുന്നതിനെ, നമ്മളെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ ഉണ്ടായിരുന്ന സംവരണം ഉണ്ടല്ലോ, സാക്ഷാൽ EMS ഗവൺമെന്റാണ് അതിനെ ഈ സംവരണത്തെ മൊത്തത്തിലുണ്ടായിരുന്ന പിന്നോക്ക ജാതിക്കാർക്ക് എന്ന് പറയുന്ന സംവരണത്തെ സമുദായം തിരിച്ചത്. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ജാതി സംവരണമാണ്. മത അടിസ്ഥാനത്തിൽ സംവരണം പറഞ്ഞിട്ടില്ല. എന്നിട്ട് ചില സംസ്ഥാനങ്ങളിൽ ഒരു മതത്തിന് സംവരണത്തിൻ്റെ ആനുകൂല്യം സംസ്ഥാന സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്. സിദ്ധരാമയ്യയുടെ നേരത്തെ ഉണ്ടായിരുന്ന സംവരണം മുസ്ലിങ്ങൾ കൂടുന്ന OBCയുടെ 32% നിന്ന് OBC സംവരണത്തിൽ 32% 4% സംവരണം കൊടുക്കാനായിട്ട് നേരത്തെ അവിടെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചു. കഴിഞ്ഞ BJP സർക്കാർ വന്നപ്പോൾ അത് റദ്ദാക്കി. അതിനെ ചലഞ്ച് ചെയ്തുള്ള കോടതിയിൽ കേസുണ്ട്. കോടതി ഒരു സ്റ്റേ കൊടുത്തപ്പോൾ വീണ്ടും ഇത് പുനഃസ്ഥാപിച്ചു. അവിടെ എടുത്ത് പറഞ്ഞോട്ടെ, OBC സംവരണത്തിൽ 4% എടുത്തു. ഇപ്പോൾ കേരളത്തിൽ മാപ്പിള എന്നുള്ള ഒരു ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ട് കേരളത്തിലും എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴല്ല സാർ, ഇപ്പോഴല്ല, എപ്പോഴാണെങ്കിലും ഇത് സത്യത്തിൽ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ജാതി സംവരണത്തെ അട്ടിമറിച്ച് ഒരു മതത്തിനും വളഞ്ഞ വഴിയിൽ സംവരണം കൊടുക്കുന്ന പ്രക്രിയയാണ്. തീർന്നില്ല. ഇപ്പോൾ മോദി മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെ പല ആന്ധ്രയിൽ പരീക്ഷിച്ചു. ആന്ധ്രയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്നു, ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. മുസ്ലിങ്ങൾക്ക് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായി സംവരണം കൊടുത്ത് ഇനി ഭരണഘടന തന്നെ ഭേദഗതി ചെയ്ത് മുസ്ലിങ്ങൾക്ക് ഒരു വോട്ട് ബാങ്കായ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ ഭരണഘടന ഭേദഗതി ചെയ്യും. അത് സമ്മതിക്കില്ല എന്നാണ് മോദി പറയുന്നത്. മോദിക്കത് പറയാം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ കർണാടക ഇലക്ഷനിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഈ 4% മുസ്ലിം സംവരണം. അവിടെ അത് കോടതി ഇടപെട്ടു, അതിനെക്കുറിച്ച് ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതിൽ ഇടപെട്ടുകൊണ്ടായിരിക്കണം അദ്ദേഹം അത് പറഞ്ഞത്. അതുകൊണ്ട് ഞാനുള്ള കാലത്തോളം
ഈ കർണാടകയിലെ മുസ്ലിം അല്ല, ആന്ധ്രയിൽ ചെയ്തതുപോലെ കർണാടക ഒരു പരീക്ഷണശാലയാണ്. കർണാടകയിൽ തുടങ്ങി വെക്കുന്നു, ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കും. വോട്ട് ബാങ്കിന്, അവരുടെ വോട്ട് ബാങ്കിനെ എന്നാണ് മോദി പറയുന്നത്. ആ വോട്ട് ബാങ്കിനെ പരിപോഷിപ്പിക്കാൻ ഭരണഘടന തന്നെ അമെൻഡ് ചെയ്ത് മുസ്ലിങ്ങൾക്ക് ഇത്ര ശതമാനം സംവരണം എന്ന് കൊണ്ടുവരുമ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തെ മാറ്റുകയാണ്. ഭരണഘടന ഒരിക്കലും മതാടിസ്ഥാനത്തിൽ സംവരണം പറഞ്ഞിട്ടില്ല, ജാതി സംവരണം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളമാരാണെന്ന് 94-ൽ ജിയോ ഇറക്കിയിട്ട് കേരളത്തിൽ കൊണ്ടുവന്നത്. അല്ല, കേരളത്തിൽ അതേ മുമ്പുണ്ട്. ഞാൻ പറയുന്നത് ഈ 94-ലെ ജിയോ ആണ് ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്യുന്നത്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ 57-ലെ ഗവൺമെൻറ് ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ പിന്നോക്ക സംവരണത്തെ സാമുദായികമായി തിരിച്ചു. അങ്ങനെയാണ് 12%. ഇപ്പോഴും ഞങ്ങളൊക്കെ സർവീസിൽ വരുന്ന കാലത്തുണ്ട് സംവരണം. ഇപ്പോൾ PSC ജോലിക്ക് നിയമിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം കോട്ട കിട്ടുന്നത്? ജാതി തിരിച്ചിട്ടല്ല, മുസ്ലിംസിന് തന്നെയാണ് കോട്ട ഉള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഈഴവാസിനുള്ളത്. ഈഴവാസി നേരിട്ട് ഈഴവാസിന് കൊടുക്കുന്നത് ഈഴവ സംവരണം എന്ന് വെച്ചിട്ടാണ്. പിന്നാക്കം നിൽക്കുന്ന ഈഴവ, വിശ്വകർമ്മ ഒക്കെ കൊടുക്കുന്നത് ജാതിയുമായി പിന്നോക്കം നിൽക്കുന്നതാണ്. ഞാൻ പറയുന്നത് സാറ് പറയുന്ന ഒന്നാണ്. അതായത് കേരളത്തിലെ OBC എന്ന് പറയുന്നതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വിഭാഗങ്ങൾ, അതിനെ സാറ് ജാതി എന്ന് വിളിച്ചാൽ അതിൽ തീയ ഉണ്ട്. തീയ എന്ന് പറയുമ്പോൾ ഹിന്ദു സമൂഹത്തിലെ ഒരു ജാതിയാണ്. മുസ്ലിം ഉണ്ട്, മാപ്പിള മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആസ് എ ഹോൾ. ഒറ്റ തർക്കേ ഉള്ളൂ അതിനകത്ത്. ഈ മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയെ മാപ്പിള എന്ന് മൊത്തത്തിൽ വിളിച്ചിട്ട് ഒന്നായി തിരിക്കാമോ? അതിനകത്ത് പിന്നീടൊരു വിഭജനത്തിന് സാധ്യതയുണ്ടോ? അതിനകത്തെ ഈ പറഞ്ഞ ക്രീമി ലെയറായിട്ട് മാറ്റി നിർത്തേണ്ടവരുണ്ടോ? അല്ല, അത് അവിടെ വ്യത്യാസമുണ്ട്. കാരണം ഞാൻ പറയുന്നത്, മോദി പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മതാടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ വ്യവസ്ഥയില്ല, ജാതി സംവരണം മാത്രമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനം. അപ്പോൾ ഇസ്ലാം സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്, 100%. എന്താ വെച്ചാൽ അല്ല സാർ, ഞാൻ പറയുന്നത് ഇവിടെ മുസ്ലിംസിന്, കേരള മുസ്ലിംസിന് ഒരാളെ പോലും മാറ്റി നിർത്താതെ സംവരണം ഉണ്ട്. അത് തെറ്റാണ്, ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതല്ല, അത് നിയമവിരുദ്ധമാണ്. കേരളത്തിലുള്ളത്, കർണാടകയിലുള്ളത്, ആന്ധ്രയിൽ പൈലറ്റ് പ്രൊജക്റ്റായിട്ട് നടപ്പാക്കിയത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. അതാണ് ക്യാമ്പയിൻ, അതാണ് പ്രശ്നം. ഇന്ത്യയിൽ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് അധസ്ഥിത പിന്നാക്ക ജാതികൾക്കാണ് സംവരണം, മതത്തിനല്ല. ഇനി നിൽക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞു വന്ന വിഷയം ഇതല്ല. ഞാൻ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്, ഇസ്ലാമിൽ ജാതി ഉണ്ടോ? അത് തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഇത് വിശദമായി പിന്നീട് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. മണ്ഡൽ കമ്മീഷൻ രേഖപ്പെടുത്തിയൊരു സാധനമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം, സാക്ഷാൽ അംബേദ്കർ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം, സംവരണം ലോകാവസാനം വരെയുള്ള ഒരു സംഗതിയല്ല. ജാതീയമായും സാമുദായികമായാലും ലോകാവസാനം വരെ പാടില്ല. ഏതുവരെ? ജനസംഖ്യാനുപാതികമായി ഓരോ വിഭാഗങ്ങൾക്കും ഭരണകൂടത്തിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയാൽ. പക്ഷേ മണ്ഡൽ കമ്മീഷനെ എന്തിനാണ് ചുമതലപ്പെടുത്തിയത്? എന്തുമാത്രം ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം അത് ഇവർക്കൊക്കെ, ഹിന്ദു സമൂഹത്തിലെ ജാതികൾക്കാവട്ടെ, മുസ്ലിം സമൂഹത്തിലെ ജാതി തിരിച്ചാലും ഇല്ലെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ എടുത്താലും, മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുത്താലും മതമാണ് എടുത്തോളൂ സാർ. ഇപ്പം ഇനിയിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഈ പറഞ്ഞ ജാതികളൊക്കെ വേറെ എടുത്തോളൂ. എങ്ങനെ എടുത്താലും മണ്ഡൽ കമ്മീഷൻ കണ്ടെത്തിയത് അതിഭീകരമായ പിന്നോക്കാവസ്ഥ ഉണ്ടാവാം, അതിലൊന്നും തർക്കമില്ല. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, ഇപ്പം എല്ലാവരും പറഞ്ഞ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ പേരിൽ ഇപ്പോഴും ചെയ്തു. പാവപ്പെട്ട ബ്രാഹ്മണൻ കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ ഇല്ലെങ്കിൽ കഴിയുകയാണ്. എന്നിട്ടും നമ്മൾ ബ്രാഹ്മണ മേധാവിത്വം, പൗരോഹിത്യം എന്നൊക്കെ പറയുന്നുണ്ട്. സാറ് പറഞ്ഞൊരു കാരണമുണ്ട് കേട്ടോ. സംവരണത്തിൻ്റെ അടിത്തറ അംബേദ്കർ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ലോകത്തിൽ ഇങ്ങനെ ഒരു രാജ്യമില്ല. അതിൻ്റെ മണ്ണിൻ്റെ മക്കളോട് യഥാർത്ഥ ഇതിൻ്റെ ഉടമസ്ഥാവകാശം, ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ വിട്ടോളൂ നിങ്ങൾ, ഈ മണ്ണിൻ്റെ യഥാർത്ഥ അവകാശികളെ സഹസ്രാബ്ദങ്ങളായിട്ട് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം. ആ മഹാപാപം ചെയ്ത രാജ്യം അതിന് പരിഹാരക്രിയ ചെയ്യുന്നത് വരെ ആ ജനതയോട് നീതി കാണിക്കണം, അവർക്ക് മുന്തിയ പരിഗണന കൊടുക്കണം എന്നുള്ളതാണ് സംവരണത്തിൻ്റെ അർത്ഥം. പക്ഷെ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 75 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല, അത് ഓക്കെ, ഞാൻ അവിടെ യോജിക്കുന്നു. അങ്ങനെ അനുഭവിച്ചത് നൂറ്റാണ്ടുകളായി ഇവിടെ അടിമപ്പണി ചെയ്ത അധസ്ഥരായി അരികുവൽക്കരിക്കപ്പെട്ട പിന്നാക്ക ഹിന്ദു സമുദായത്തിലെ ജാതീയമായി പിന്നോക്കം നിന്നവരാണ്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി പിന്നീട് വന്നതാണ്. അവരൊരിക്കലും അവർ ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ വിവേചനം അനുഭവിച്ചിട്ടില്ല. ഇല്ല, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവരും ഈ പിന്നോക്കാവസ്ഥ എന്ന് പറഞ്ഞ് പരിഗണിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ, അതിനിപ്പോ സാമ്പത്തിക അടിസ്ഥാനത്തിൽ പരിഗണിക്കട്ടെ. നിലവിൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ അതിന് വ്യവസ്ഥയില്ല.
അല്ല അത് വ്യവസ്ഥ വേണോ, ഡിസ്കഷൻ ഡിബേറ്റ് വരട്ടെ. അപ്പോൾ വ്യവസ്ഥ ഇല്ലാതിരിക്കെ ഈ ഇപ്പൊ മോദി പറയുന്നത് വരാം, വ്യവസ്ഥ ഇല്ലാതിരിക്കെ പിൻവാതിലിലൂടെ വളഞ്ഞ വഴിയിലൂടെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ പുസ്തകത്തിന്റെ പേരിൽ റോളണ്ട് മില്ലറുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ മുഴുവൻ കേരളത്തിൽ മുസ്ലിം ഇല്ല, മാപ്പിളമാർ മാത്രമേ ഉള്ളൂ എന്ന് ഒരു ജിയോ ഇറക്കി അത് പിന്നെ സർക്കാരിനെ കൊണ്ട് അംഗീകരിച്ച് നോട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ. അത് അത് കള്ളത്തരല്ല കേട്ടോ, അത് ബേസിക് ആയിട്ട് ചർച്ച ചെയ്യട്ടെ. നമ്മുടെ കേരളത്തിൽ ആർക്കും അറിയില്ല, ഇതൊന്നും ആളുകൾ മനസ്സിലാക്കി ചർച്ചയ്ക്ക് വരേണ്ട വിഷയമാണ്. അപ്പോൾ മോദി പറഞ്ഞതിന്റെ അടിസ്ഥാനം കർണാടകയിൽ ചെയ്തത്, കേരളത്തിൽ ചെയ്തത്, ആന്ധ്രയിൽ ഒരു പൈലറ്റ് പ്രൊജക്ട് ചെയ്തതുപോലെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ജാതി സംവരണത്തെ അട്ടിമറിച്ച് മതസംവരണം കൊണ്ടുവരാൻ വളഞ്ഞ വഴിയിൽ ചില പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതാണ് മോദിയുടെ പ്രസംഗം. ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് അതുപോലും അല്ല പക്ഷേ ഞാൻ അതുപോലുമല്ല. അപ്പോൾ കേരള മാപ്പിള എന്ന് പറയുന്ന ഒരു ജാതിയെ മുഴുവൻ കേരളത്തിലെ മുസ്ലിമുകൾ മുഴുവൻ മാപ്പിളമാരാണ്, മാപ്പിള എന്ന ജാതിയാണെന്ന് സർക്കാർ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് വിജ്ഞാപനം അവർക്ക് സംവരണം കിട്ടുന്നു. അപ്പോൾ ഇസ്ലാമിൽ ജാതിയുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. ആ അർത്ഥത്തിൽ ഇപ്പോൾ ഈ സോഷ്യോളജിക്കൽ മാനദണ്ഡം വെച്ചിട്ടാണ് ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും ആ ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. രാഷ്ട്രതന്ത്രജ്ഞന്മാർ, ഭരണപരിഷ്കർത്താക്കൾ, പൊളിറ്റീഷ്യൻസ് ചോദിക്കുന്ന ചോദ്യം ഈ സാമൂഹ്യ ശാസ്ത്ര മാനദണ്ഡങ്ങൾ പ്രകാരം ഇസ്ലാമിൽ ജാതി ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ട് എന്നാണ് ഉത്തരം. അതാണ്, ഇല്ല എന്നല്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. അതേ സമയത്ത് മണ്ഡൽ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ എന്താണ്? സാമ്പത്തിക ഉദ്യോഗത്തിൽ ഈ ഭരണ പങ്കാളിത്തത്തിൽ നമ്മുടെ എക്സിക്യൂട്ടീവിൽ, ജുഡീഷ്യറിയിൽ ഒക്കെയുള്ള പങ്കാളിത്തം നോക്കിയിട്ടാണ് ഉദ്യോഗത്തിലും. സാർ ഞാൻ അതുമല്ല ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത് അത് നമുക്ക് ചർച്ച ചെയ്യണം, വീണ്ടും നമുക്ക് ഒരിക്കലും. ഞാനിപ്പോൾ ചോദിക്കുന്നത് ജാതിയുടെ പേരിൽ ഇസ്ലാമിൽ ഇപ്പം ഹിന്ദുക്കൾ നായർ, നമ്പൂതിരി, ഈഴവൻ, പുലയൻ, പറയൻ എന്നൊക്കെ പറയുന്ന ജാതിഭേദം, ഇവരിൽ നിന്ന് ഇപ്പോഴും പിന്നാക്കക്കാരനെ മാറ്റി ദളിതനെ കണ്ട സവർണ ഹിന്ദുക്കൾക്ക് അനിഷ്ടം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ജാതീയത നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൃത്തികെട്ടവന്മാരാണ്, സ്വന്തം മതത്തിലുള്ള ആളുകളെ പോലും ഇങ്ങനെയാണ്, അതുകൊണ്ട് ഹിന്ദുക്കളെ ഒന്നായിട്ട് കൂട്ടുക, ജാട്ട് വേറെ, രജപുത്രം വേറെ, യാദവർ വേറെ, പുലയർ വേറെ, പറയർ വേറെ, ഈഴവൻ വേറെ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു എന്ന് പറഞ്ഞ സാധനമില്ല, കുറേ ജാതികളുടെ ഒരു കൂട്ടം മാത്രമാണെന്നുള്ള ഒരു നറേറ്റീവ് പൊതുവിലുണ്ട്. ഇങ്ങനെ ഇസ്ലാമിൽ ഇങ്ങനെയുണ്ടോ? ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നത് ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളിയിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒസ്വാനായ ഒരാൾ ഒരു പള്ളി കമ്മിറ്റിയുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അയാളെ ഊരുവിലക്കി. തീർച്ചയായിട്ടും അത് നമ്മൾ ഇടപെട്ടതാണ്, നമ്മൾ സംസാരിച്ചതാണ്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ഈ ജാതീയത ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ തൊഴിൽ വിഭജനത്തിൽ നിന്നാണ്. ഡിവിഷൻ ഓഫ് ലേബർ ആണല്ലോ. ഓരോ പരമ്പരാഗത ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതാണ് ഗുണകർമ്മ വിഭാഗം. അതാണ് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ ജാതി ഞാൻ ഉണ്ടാക്കിയത്. അതെ, തൊഴിലുണ്ടാക്കിയതാണ്. തൊഴിലുണ്ടാക്കിയ വിഭജനമാണ് പിന്നീട് ജന്മം കൊണ്ടുള്ള ജാതിയായതും അയിത്തമായി തീർന്നതൊക്കെ. സമാനമായ സിറ്റുവേഷൻ പലപ്പോഴും ഇസ്ലാമിനകത്തുണ്ട്. അതാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ കണ്ടത്. ചില തൊഴിലെടുക്കുന്നവരെ അധസ്ഥിതരായിട്ട് കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒസ്താനാണ്, ബാർബർക്ക് പലരുടെ പേരാണ് വരും. ഇവിടെ നമ്മൾ ഒസ്താൻ എന്നാണ് വിളിക്കുക, മലബാറിൽ ഒസ്താൻ എന്നാണ് വിളിക്കുക. ഈ ഒസ്താന്മാരെ അവൻ എത്ര സാമ്പത്തികമായി ഉന്നതിയിലെത്തിയാലും നാട്ടിലെ പ്രമാണിയായ ആചാര്യയുടെ മോളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കില്ല, ഒസ്താനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മാറി വരുന്നുണ്ട്, പക്ഷേ വളരെ വളരെ പതുക്കെയാണ്. രണ്ടാമത് നമ്മളെ ഈ മരണാനന്തര ക്രിയകൾ ചെയ്യുന്നവരുണ്ട്, കുയ്യന്മാരെന്ന് പറയും. നമ്മൾ പറയും ഇപ്പോൾ ഈ എന്താ പറയുക, ദാഹകരെന്ന് പറയില്ലേ, ചുടലപ്പണിക്കാർക്ക് ദാഹകരെന്ന് പറയും. ഇസ്ലാമിൽ അവർക്ക് ഈ കുയ്യന്മാർ, കുഴി കുഴിക്കുന്നവർ, കബറ് കുഴിക്കുന്നവർ, അവരെ രണ്ടാം കിടക്കാരായിട്ടും കണ്ടിട്ടുണ്ട്, വലിയ തോതിലുണ്ട്. ഒസ്താനും ഒസാച്ചിയും ഒക്കെ ഇപ്പോൾ DC ബുക്സ് അത്തരം പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന ആ ഒരു വിവേചനം, റാവുത്തർ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം, ഇതൊക്കെ പലതരത്തിലാണ് സാറേ. റാവുത്തർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ വന്നത് പത്തനംതിട്ട ഭാഗത്തൊക്കെ റാവുത്തർമാരാണ്. അതെന്താ പ്രശ്നം വെച്ചാൽ വന്ന വഴിയുടെ ഒരു പ്രശ്നമാണ്. അവർക്ക് മലപ്പുറത്ത് പെണ്ണുപോലും കിട്ടില്ല എന്ന് കേട്ടില്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വ്യത്യാസമുണ്ട്. രണ്ട് വഴിയാണത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വന്ന മാപ്പിളമാരെന്ന് വിളിക്കുന്ന മുസ്ലിംസ് ഉണ്ടല്ലോ, ഇവർ അറേബ്യയിൽ നിന്ന് വന്ന, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ യമനിൽ നിന്നൊക്കെ നേരിട്ട് വന്ന കടൽ മാർഗം വന്നു ചേർന്നവരാണ്. ഈ റാവുത്തർ മുസ്ലിങ്ങളുടെ ഒരു ഹെറിറ്റേജ് തുർക്കിയാണ്. തുർക്കിയിൽ നിന്ന് തമിഴ്നാടൊക്കെ വഴി അങ്ങനെ വന്ന് ചേർന്നവരാണ്. ഇപ്പോൾ ഈ ഈരാറ്റുപേട്ടയിലെ മുസ്ലിംസ്, പാലക്കാട്ടെ കുറേ മുസ്ലിങ്ങൾ റാവുത്തർമാരാണ്. ഈ റാവുത്തർമാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ വിശ്വാസപരമായി മുസ്ലിങ്ങളാണ്, പക്ഷേ അനുഷ്ഠാനപരമായി ചെറിയ വ്യത്യാസങ്ങളുണ്ട് അവർ തമ്മിൽ. പിന്നെ വേറൊന്ന് ഈ പാരമ്പര്യത്തിൻ്റെ വ്യത്യാസമുണ്ട്. യമനി ഷെയ്ഖുമാരല്ല അവരുടെ തറവാട്ടുകാർ, അത്തമാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. റാവുത്തർമാർ ഞങ്ങളൊക്കെ ഉപ്പാനെ ബാപ്പാന്നാണ് വിളിക്കുക.
അല്ലെങ്കിൽ കൂടി വന്ന ഉപ്പ എന്നാണ് വിളിക്കുക, അവരൊക്കെ അത്താമാരെന്നാണ് വിളിക്കുക. അത് അത്താതുർക്കിൻ്റെ ഒരു പാരമ്പര്യമാണ്, തുർക്കിയുടെ പാരമ്പര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ അത് മാത്രമല്ല അനുഷ്ഠാനങ്ങൾ ഇതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. വലിയ ചെറിയ വ്യത്യാസമല്ല, ശരിക്കും പറഞ്ഞാൽ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ പ്രാക്ടീസിലുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇതിൽ ഈ തൊഴിൽ വിഭജനം അല്ലെങ്കിൽ വന്ന വഴിയുടെ വിഭജനം, തങ്ങന്മാർ തന്നെ ഈ കാണുന്നൊന്നുമല്ല. നമ്മൾ സയ്യിദന്മാർ എന്ന് വിളിക്കുന്നത് മൊത്തത്തിൽ ആസ് എ ഹോൾ തങ്ങന്മാർക്ക്, അതായത് പ്രവാചകന്റെ കുടുംബ പരമ്പര, പ്രവാചകന്റെ കുടുംബ പരമ്പര ലോകം മുഴുവൻ പരന്നിട്ടുണ്ട്. കേരള കമ്മീഷൻ പറഞ്ഞ ബ്രാഹ്മണർ, ആ ബ്രാഹ്മണന്മാരെന്ന് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നറിയോ? മതപരമായ അർത്ഥത്തിൽ ബ്രഹ്മം അറിഞ്ഞവൻ, ദൈവത്തിൻ്റെ വഴി പ്രവാചകനിലൂടെ അറിഞ്ഞവർ, അവരുടെ പാരമ്പര്യം തുടരുന്നവരെന്ന അർത്ഥത്തിലാണ് അത് വിളിക്കുന്നത്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യഥാർത്ഥ ബ്രാഹ്മണന്മാർ, കഞ്ഞിക്ക് വകയില്ലാത്ത ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാർ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അത് തന്നെയാണ് ഈ തങ്ങന്മാർ. നമ്മൾ ബ്രാഹ്മണ വിരോധം ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ, മണ്ഡൽ കമ്മീഷൻ്റെ ഒക്കെ മാനദണ്ഡങ്ങൾ പരിഗണിക്കുമ്പോൾ അങ്ങനെ ആണെങ്കിൽ സാമ്പത്തികം മാത്രം പരിഗണിക്കുമ്പോൾ ഈ പരിഗണനയൊന്നും അല്ല വരിക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വേറൊരു പ്രശ്നമുണ്ട്. അവർ പറയുന്നത് മണ്ഡൽ കമ്മീഷൻ നോക്കുമ്പോൾ എന്താ വെച്ചാൽ, മണ്ഡൽ കമ്മീഷൻ്റെ പ്രശ്നം ജാതി മാത്രം തിരിച്ചിട്ട് നമ്മളെ ഭരണത്തിലെ പങ്കാളിത്തം നോക്കുമ്പോൾ ബ്രാഹ്മിൻസിന് നല്ല പങ്കാളിത്തമുണ്ട്. ക്ഷത്രിയന്മാരെന്ന് വിളിക്കുന്ന അത് പരമ്പരാഗതമായിട്ടുണ്ട് സാറി. പക്ഷേ നിർഭാഗ്യവശാൽ സാറി പറഞ്ഞ രാജകുടുംബത്തിൻ്റെയൊക്കെ വലിയ മഹിമയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഭരണകൂടത്തിൽ പങ്കാളിത്തം കുറവാണ്. കാരണം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാലെ പോയില്ല, റിക്രൂട്ട്മെൻറ്റിൻ്റെ പിന്നാലെ പോയില്ല, ഉദ്യോഗം വേണം തോന്നില്ല. ആദ്യകാലത്ത് ഉദ്യോഗത്തിന് പോലും പോകാൻ പാടില്ല എന്ന് ഈ മൗലാനമാർ ഇവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. സ്വയംകൃത അനർത്ഥങ്ങൾ കൊണ്ടുകൂടി പിന്നോക്കം പോയതാണ്. ആധുനിക വിദ്യാഭ്യാസം വേണ്ടാന്ന് വെച്ചു. ഇംഗ്ലീഷ് അങ്ങനെ ഉണ്ടല്ലോ, ചെകുത്താൻ്റെ ഭാഷയാണ്, മലയാളം നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം വേണ്ടാന്ന് വെച്ചു, പെൺകുട്ടികളെ പഠിക്കാൻ പറഞ്ഞയച്ചില്ല. ഇങ്ങനെ കുറേ അനർത്ഥങ്ങളുടെ ഫലമായിട്ടാണ് പിന്നോക്കാവസ്ഥയിലേക്ക് പോയത്. പക്ഷെ അപ്പോഴും ഈ മാനദണ്ഡം വെക്കാൻ പറ്റില്ല. പണ്ട് ഭരിച്ചിരുന്നവരാണ്. അല്ല, ആ സ്വയം വരുത്തി വെച്ച വിന കൊണ്ട് പിന്നോക്കാവസ്ഥയിലേക്ക് പോയതും കാലാന്തരങ്ങളായി പീഡനം അനുഭവിച്ച് ചൂഷണത്തിന് ഇരയായ ഒരേപോലെ ട്രീറ്റ് ചെയ്യണമെന്നാണ് മോദി ചോദിക്കുന്നത്. അല്ല, അത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത് സംസാരിക്കാം, തീർച്ചയായും ഡിബേറ്റബിൾ ആയുള്ള ടോപ്പിക്. നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്, പിന്നോക്കാവസ്ഥ യാഥാർത്ഥ്യമാണ്. അത് സാമൂഹ്യമായി മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാ സമുദായത്തിലും ക്രിസ്ത്യാനികളിലും ഉണ്ട്. എല്ലാ മനുഷ്യർക്കും, എല്ലാ ഇന്ത്യക്കാർക്കും പിന്നോക്കാവസ്ഥയുടെ മാനദണ്ഡം എന്തായിരിക്കണം? അത് ജാതിയാവാം, പക്ഷേ മതമാവാൻ പാടില്ല എന്നാണ് മോദി പറയുന്നത്. ഭരണഘടന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ നടപ്പിലായിട്ടില്ല. അത് നടപ്പിലായിട്ടുണ്ട്. ചില സ്റ്റേറ്റുകളിൽ പിൻവാതിലൂടെ നടപ്പായിട്ടുണ്ട്. പിൻവാതിലൂടെ ആണെങ്കിലേ പരിശോധിക്കപ്പെടട്ടെ. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കേരളത്തിൽ സംവരണമുണ്ട്. മോദിയുടെ പ്രസംഗം ഒരു പക്ഷേ 3ാം വട്ടം മോദി വരികയാണെങ്കിൽ ഇതൊക്കെ പരിശോധിക്കപ്പെടാനുള്ള ഒരു പരീക്ഷണശാല കൂടിയായി ഇന്ത്യ മാറുമായിരിക്കും. വരട്ടെ. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഈ ഇത്തരം പരീക്ഷണം മാത്രമല്ല, ഇത്തരം യാഥാർത്ഥ്യങ്ങളെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറെ കൂടി ബേസിക്കായ അടിസ്ഥാന ചിന്തകളിലേക്ക് പോകുന്നതും അത്തരം ഡിബേറ്റുകൾ അതിന് ഉപകരിക്കും. ആ അർത്ഥത്തിൽ നല്ലതാണ്. ഏതായാലും നമുക്ക് ഇസ്ലാമിൽ ജാതി ഉണ്ട്, ഹിന്ദുക്കളിൽ മാത്രമല്ല. ഇസ്ലാമിൽ ജാതിയുണ്ട്. ഇസ്ലാമിലെ സവർണന്മാർ എന്ന പേരിൽ വളരെ, എനിക്ക് തോന്നുന്നു 30-35 കൊല്ലം മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ട് ഇസ്ലാമിലെ സവർണന്മാർ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദരിദ്രന്മാരായിക്കോട്ടെ, ദരിദ്രന്മാരാണ്, എനിക്ക് യാതൊരു തർക്കമില്ല. കൊണ്ടോട്ടി തങ്ങൾ കുടുംബത്തിലെ മഹാഭൂരിപക്ഷം പേരും, സാറ് വന്നാൽ ഞാൻ കാണിച്ചു തരാം, കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിലെ ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്നവരാണ്. കൊണ്ടോട്ടിയിലെ പോലീസുകാക്കപ്പെട്ട തങ്ങന്മാരുടെ കുടുംബത്തിൽ ദരിദ്രന്മാരാണ്. പക്ഷേ അടുത്ത കാലം വരെ, ഇപ്പം നിവൃത്തികേട് കൊണ്ടാണ്, അടുത്ത കാലം വരെ തങ്ങൾ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ച ഒരു രക്ഷയില്ല. ഞാൻ തങ്ങൾക്ക് പുറത്താണ്. അപ്പോൾ പരസ്പര വിവാഹ ബന്ധങ്ങൾ, അവർ തങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരു തങ്ങളെ മാത്രമേ അവർ കിട്ടൂ. അല്ല, ഇത് മാഷിനെ പോലുള്ളവർ സമ്മതിക്കുന്നു. എന്നിട്ട് ഇത് സമ്മതിക്കാതിരുന്നിട്ട് ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദു ഉണ്ടോ, അത് മുഴുവൻ ജാതിയല്ലേ, തമ്മിൽ കണ്ട മിണ്ടാത്തവർ, തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, പെണ്ണ് കൊടുക്കാത്തവർ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോഴാണ് നമ്മൾ ഈ വസ്തുതകൾ ഓർമ്മിക്കേണ്ടത്. ചരിത്രപരമായ യാഥാർത്ഥ്യമാണല്ലോ സാർ, അത് യാഥാർത്ഥ്യമാണ്, പക്ഷേ അത് ഫാക്റ്റാണ്. പക്ഷേ അത്തരം വസ്തുത ഇപ്പുറത്തും ഉണ്ട്. അല്ല, അതുകൊണ്ടെന്നേ ഇത് എല്ലാം മാറേണ്ടതാണ്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ജാതീയതയെ ആളുകൾ വിമർശിച്ചതുപോലും, എന്തൊക്കെ പറഞ്ഞാലും വിപ്ലവകാരികളും മനുഷ്യസ്നേഹികളും നവോത്ഥാന നായകന്മാരും കൂടിയാണല്ലോ വിമർശിച്ചത്. ഇത് മാറി വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാറി വരണം. തീർച്ചയായും ജാതിക്കെതിരായിട്ട് ഏറ്റവും ഹിന്ദു സമുദായത്തിൽ മാത്രമല്ല ഇസ്ലാമിലും മാറണം, ക്രിസ്ത്യാനിറ്റിയിലും മാറണം. അതെ, ഇപ്പോൾ ഈ പറഞ്ഞ നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലെ ജാതിയെ കുറിച്ചുകൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. സമയം അധികരിച്ചുകൊണ്ട് നമുക്ക് അത് പിന്നൊരിക്കലാവാം. അത് സാറും കൂടി ഉള്ളപ്പോൾ, നമുക്ക് ജോസഫ് സാറും കൂടി ഇല്ല, തോമസ് സാർ ഉള്ളപ്പോൾ. അതെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.